കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ യുഡിഎഫിന്റെ വിജയത്തെക്കുറിച്ചും ഭാവി ഭരണത്തെക്കുറിച്ചുമുള്ള നിഗമനങ്ങൾ പങ്കുവച്ചുകൊണ്ട് തിരുവനന്തപുരം എം പി ശശി തരൂർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്നും 2011-ലേതുപോലുള്ള ഒരു നേരിയ ഭൂരിപക്ഷമല്ല, മറിച്ച് വ്യക്തമായ ഒരു ഭൂരിപക്ഷം യുഡിഎഫിന് ഇത്തവണ ലഭിക്കുമെന്നുമാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. വോട്ടർമാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് കംഫർട്ടബിളായ ഒരു വിജയം ഉറപ്പാണെന്ന് തരൂർ പറയുന്നുണ്ട്. അതുപോലെ മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള അനാവശ്യ ചർച്ചകളെ തന്റെ തനതായ ശൈലിയിലാണ് ശശി തരൂർ നേരിട്ടത്. അതായത് എറണാകുളത്ത് നിന്നോ മറ്റ് നഗരങ്ങളിൽ നിന്നോ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന തരത്തിലുള്ള ചില പ്രാദേശിക നേതാക്കളുടെ പ്രസ്താവനകളെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. വീട് പണിതതിന് ശേഷമല്ലേ ഫർണിച്ചർ വാങ്ങേണ്ടത് എന്ന ലളിതമായ ഉദാഹരണത്തിലൂടെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചകൾക്ക് പ്രസക്തമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യമനുസരിച്ച് വിജയിച്ച MLA-മാരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനമെടുക്കുക. മറ്റൊരു ഗൗരവകരമായ ആരോപണം LDF-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ചാണ്. പല മണ്ഡലങ്ങളിലും ഇത്തരമൊരു ഡീൽ നടന്നിട്ടുണ്ടാകാമെന്ന് ലോജിക്കലായി ചിന്തിച്ചാൽ ആർക്കും മനസ്സിലാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് തടയുക എന്നത് BJP-യുടെ വലിയ ആവശ്യമാണ്. കാരണം കേരളത്തിലെ വിജയം കോൺഗ്രസിന് ദേശീയ തലത്തിൽ വലിയൊരു ഊർജം നൽകുമെന്നത് അവർക്കറിയാം. ഈ സാഹചര്യത്തിൽ LDF-ന് തുടർഭരണം ലഭിച്ചാലും കോൺഗ്രസ് തോൽക്കണമെന്ന BJP താൽപര്യം തെരഞ്ഞെടുപ്പ് രീതികളിൽ നിഴലിക്കുന്നുണ്ടെന്നും തരൂർ നിരീക്ഷിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അനാവശ്യമായ അവകാശവാദങ്ങൾക്കപ്പുറം UDF-ന്റെ വിജയത്തിൽ പൂർണ്ണമായ വിശ്വാസമുള്ള തരൂർ പാർട്ടിക്കുള്ളിലെ ഐക്യത്തിനും ചിട്ടയായ പ്രവർത്തനത്തിനുമാണ് വലിയ പ്രാധാന്യം നൽകുന്നത്. വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളത്തിന്റെ ഭരണമാറ്റത്തിന് UDF സജ്ജമാണ് എന്ന സന്ദേശമാണ് തരൂരിന്റെ ഈ വാക്കുകൾ നൽകുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. വോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ UDF പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് വീണ്ടും അധികാരത്തിലേക്ക് എത്തുമെന്ന്. LDF ഭരണം നിർത്തിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്തും. അപ്പോൾ തന്നെ പലയിടങ്ങളിൽ പല നേതാക്കൾക്കും മുഹമ്മദ് ഷിയാസിനെ പോലുള്ള നേതാക്കൾ പറയുന്നത് എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി ഉണ്ടാവും. അതായത് ഈ പലരും പല മുഖ്യമന്ത്രി ഇതൊരു അർത്ഥമില്ലാത്തൊരു സംസാരമാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ഇലക്ഷൻ സമയത്തും പറഞ്ഞൊരു കാര്യമായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ രീതി എന്താണ്? ജയിച്ച MLA-മാരുടെ ഉപദേശം ചോദിച്ചിട്ട് അവർ അവസാനത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അത് താങ്കൾക്കും എനിക്കും ഒരു അവകാശമില്ല ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ഞങ്ങൾ ജയിച്ച മുഖ്യമന്ത്രി ഉണ്ടാവും. ആരാണ്, എവിടെയാണ്, ഏത് നഗരത്താണ് പറയാൻ ഒരു സാധ്യത. അനാവശ്യമാണ്. കാരണം ഞാൻ എപ്പോഴും പറയും, കെട്ടിടം കെട്ടിയ ശേഷമല്ലേ നമുക്ക് ഫേർണിച്ചർ മേടിക്കാൻ ആവശ്യമുണ്ട്. എന്തിനാണ് ഇപ്പൊ തന്നെ നിങ്ങൾ ഫേർണിച്ചറും കെട്ടിടമൊക്കെ മേടിക്കണം? വീട് കെട്ടട്ടെ, കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 4-ാം തീയതി അത് പൂർത്തിയാവും. പിന്നെ നമ്മൾ തീരുമാനിക്കും. കഴിഞ്ഞു. എല്ലാ വിധത്തിലും ഞങ്ങളുടെ പ്രതീക്ഷ ഒരു നല്ലൊരു വിജയമാണ്. ഞാൻ എണ്ണം പറയുന്നില്ല, നിങ്ങൾ ചോദിക്കാൻ പോലും എനിക്കറിയില്ല. ഞാൻ എണ്ണം പറയില്ല, കാരണം അത് ചെയ്യാനുള്ള എക്സിറ്റ് പോൾസും കൂടി എല്ലാം നടന്നിട്ടില്ല, കിട്ടിയിട്ടില്ല. പക്ഷേ ഞങ്ങള് എല്ലാ സ്ഥലത്തും കണ്ട് മനസ്സിലാക്കി എല്ലാവരും അഭിപ്രായം ചോദിച്ചിട്ട്, നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളോടും കൂടി ചിലപ്പോൾ രഹസ്യത്തെ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് ഒരു കംഫർട്ടബിൾ ഭൂരിപക്ഷം ഉണ്ടാവും. 2011 പോലെ ഒരു ചെറിയ വിജയമല്ല, ഒരു നല്ലൊരു വിജയമുണ്ടാവും. പലരും ഉന്നയിക്കുന്നത് ഈ പലയിടങ്ങളിലും LDF BJP ഒരു ഡീല് നടന്നതായി, പല മണ്ഡലങ്ങളിലും ഡീല് നടന്നതായി പലരും ആരോപിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങ് കരുതുന്നുണ്ട്? ഇതിനെക്കുറിച്ച് വലിയ സംശയമില്ല. കാരണം LDF-ന്റെ ആവശ്യമാണ് ഒരു തുടർ ഭരണം. അതിനു വേണ്ടിയിട്ട് അവർക്ക് എന്താ ആഗ്രഹം? അവര് എതിരുള്ള ആന്റി ഇൻകംബൻസി വോട്ട് കുറച്ച് BJP പിടിച്ച് കുറച്ച് കോൺഗ്രസ് പിടിച്ചാൽ അവർ ജയിക്കുമല്ലോ, അവർ രക്ഷപ്പെടുമല്ലോ. അത് അവരുടെ ആഗ്രഹമാണ്. BJP-യുടെ ആഗ്രഹമാണ് LDF അഥവാ അവർക്ക് ഒരു സാധ്യതയില്ല മനസ്സിലാക്കി. അഥവാ വല്ലവരും ജയിക്കുന്നുണ്ടെങ്കിൽ LDF ജയിച്ചാലും അവർക്ക് മെച്ചം. കാരണം അവർ വിചാരിക്കുന്നു അവർ വലിയ അല്ലെങ്കിൽ കോൺഗ്രസ് ആവും. ഒരു കാര്യം മറക്കണ്ട, കോൺഗ്രസിന്റെ വിജയം കേരളത്തിൽ ഞങ്ങൾക്ക് ഇപ്പൊ 10 വർഷക്കാലം ഉണ്ടാവാത്ത ഒരു സംസ്ഥാനത്തിലാണ്. അതിന്റെ അർത്ഥം നമ്മളുടെ വിജയം നമ്മൾക്ക് തരുന്ന ഒരു മൊമെന്റം, ഒരു നാഷണൽ ഇഫക്റ്റും ഉണ്ടാവും. ഞങ്ങൾ എതിർപ്പ് BJP സർക്കാരിന്റെ എതിരെ നമ്മൾ നാഷണൽ പ്രതിപക്ഷമായി ചെയ്യുന്ന റോഡിൽ നമുക്ക് കൂടുതൽ ശക്തി കിട്ടും, കൂടുതൽ ബലം കിട്ടും. അതിന്റെ അർത്ഥം BJP-ക്ക് തീരെ ആഗ്രഹമില്ല കോൺഗ്രസ് കേരളത്തിൽ ജയിക്കണം. അപ്പോൾ ഈ രണ്ട് സാധ്യത ഒരു ലോജിക്കലി മനസ്സിലാക്കിയാൽ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഡീൽ ഉണ്ടാവണം. പിന്നെ ചില വോട്ടിംഗ് പാറ്റേൺസ് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ചില ഭാഗത്തിൽ BJP-ക്ക് ഒരു നല്ല പിന്തുണ ഉള്ള ചില കൺസ്റ്റിറ്റ്യുവൻസീസ് അവർ ഘടകകക്ഷികൾക്ക് കൊടുത്തിരിക്കണം. T20-ക്ക് സാന്നിധ്യമില്ലാത്ത ചില സ്ഥലത്ത് അവർ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ അതൊരു ഡീലാണ്. അവർ കണക്ക് ചെയ്യുന്നത് 10, 15, 16, 18 സീറ്റിൽ ഒരു പക്ഷേ അവർക്ക് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്, 2ാം സ്ഥാനം വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടാൽ അവിടെ അവർ കൊടുക്കില്ല. മറ്റേ ബാക്കി
130 സ്ഥലത്തിൽ 120 സ്ഥലത്തിൽ എളുപ്പത്ത് CPM-നൊപ്പം ഡീൽ ചെയ്യാൻ സാധിക്കുമല്ലോ. ഇതൊക്കെ ലോജിക്കലി ഞാൻ പറയണം. ഞാനൊരു ഡീല് കണ്ടുവെന്നോ കേട്ടുവെന്നോ അതിന്റെ എവിഡൻസ് ഉണ്ടോ എന്ന് പറയുന്നില്ല. ഈ ലോജിക്കൽ അനാലിസിസ് നോക്കി അതിനെക്കുറിച്ച് വലിയ സംശയമുണ്ടാവും. വോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ UDF പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് വീണ്ടും അധികാരത്തിലേക്ക് എത്തുമെന്ന്. LDF ഭരണം നിർത്തിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്തും. അപ്പോൾ തന്നെ പലയിടങ്ങളിൽ പല നേതാക്കൾക്കും മുഹമ്മദ് ഷിയാസിനെ പോലുള്ള നേതാക്കൾ പറയുന്നത് എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി ഉണ്ടാവും. അതായത് ഈ പലരും പല മുഖ്യമന്ത്രി ഇതൊരു അർത്ഥമില്ലാത്തൊരു സംസാരമാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ഇലക്ഷൻ സമയത്തും പറഞ്ഞൊരു കാര്യമായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ രീതി എന്താണ്? ജയിച്ച MLA-മാരുടെ ഉപദേശം ചോദിച്ചിട്ട് അവർ അവസാനത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അത് താങ്കൾക്കും എനിക്കും ഒരു അവകാശമില്ല ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ഞങ്ങൾ ജയിച്ച മുഖ്യമന്ത്രി ഉണ്ടാവും. ആരാണ്, എവിടെയാണ്, ഏത് നഗരത്താണ് പറയാൻ ഒരു സാധ്യത. അനാവശ്യമാണ്. കാരണം ഞാൻ എപ്പോഴും പറയും, കെട്ടിടം കെട്ടിയ ശേഷമല്ലേ നമുക്ക് ഫർണിച്ചർ മേടിക്കാൻ ആവശ്യമുണ്ട്. എന്തിനാണ് ഇപ്പൊ തന്നെ നിങ്ങൾ ഫർണിച്ചറും കെട്ടിടമൊക്കെ മേടിക്കണം? വീട് കെട്ടട്ടെ, കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 4-ാം തീയതി അത് പൂർത്തിയാവും. പിന്നെ നമ്മൾ തീരുമാനിക്കും.